ഹായ് ഹലോ നമസ്കാരം. റെട്രോ നമ്മുടെ കാർത്തിക് സുബ്ബരാജ് അതുപോലെ തന്നെ സൂര്യ അവരുടെ കോമ്പിനേഷനിൽ നിന്ന് റിലീസായിട്ടുള്ള സിനിമയാണ് റെട്രോ. അപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള സൂര്യ ഫാൻസ് അടക്കമുള്ള ആളുകൾ കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു റെട്രോ. പ്രത്യേകിച്ച് കാർത്തിക് സുബ്ബരാജിൻ്റെ സിനിമയാണ്. അറിയാലോ, കാർത്തിക് സുബ്ബരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ളൊരു ഡയറക്ടറാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡയറക്ടർ ഇൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി. കാരണം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള സിനിമകൾ, പേട്ട എന്ന് പറയുന്ന സിനിമ നമ്മുടെ രജനീകാന്തിനെയൊക്കെ ഒരു കംബാക്കായിട്ട് നടത്തിയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ കാർത്തിക് സുബ്ബരാജ് ഡയറക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ ജിഗർ താണ്ട ഡബിൾ എക്സ് എന്നുള്ളൊരു മികച്ച എക്സ്പീരിയൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ സൂര്യ അറിയാമല്ലോ, ഈ അടുത്ത കാലത്തായിട്ട് ബിഗ് സ്ക്രീനിലെ അദ്ദേഹത്തിൻ്റെ സിനിമയെല്ലാം വളരെ ഫ്ലോപ്പാണ്. ഇപ്പോൾ കങ്കുവ എന്നുള്ളൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, വളരെ അട്ടർ ഫ്ലോപ്പായിട്ട് ബിഗ് സ്ക്രീനിൽ പോയ സിനിമയാണ്. OTT ആയിട്ട് തന്നെ സൂര്യ പോട്രു അതുപോലെ ജയ്ഭീം പറഞ്ഞ സിനിമയൊക്കെ ഗംഭീര ഹിറ്റായിരുന്നു. പക്ഷേ ഇത് വളരെ റെട്രോ ആസ് എ ഹെവി ഡിസപ്പോയിൻറ്റഡ് മൂവി, വളരെ മോശം ഒരു അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അത്രമാത്രം ഹൈപ്പിൻ്റെ ഒരു പകുതി പോലും ഈ സിനിമയിൽ കൊടുത്തിട്ടില്ല. ഒരുപാട് മലയാളി ആക്ടേഴ്സ് ഇതിൽ കയറി അഭിനയിച്ചിട്ടുണ്ട്. ജോജു ജോർജ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് സൂര്യയുടെ അച്ഛനായിട്ട്. ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ജോജു ജോർജ്, നല്ലൊരു രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ജയറാമേട്ടൻ ഒരു കോമാളി വേഷമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. റിയലായിട്ടും കോമാളി ജയറാമേട്ടനെ വിളിച്ചല്ല, സിനിമയിൽ അദ്ദേഹം ആ ഒരു ചാപ്ലിൻ്റെ വേഷമാണ്. പക്ഷേ അത് രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഫസ്റ്റ് ഹാഫിലൊക്കെ ജയറാമേട്ടനാണ് ഈ സിനിമയുടെ കുറച്ചെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നുന്നത്. ഇതൊരു ആക്ട്രസ്സും ഒക്കെ ഉണ്ട്, വളരെ മൂഡി ആയിട്ടൊരു ആക്ട്രസ്, വളരെ മോശം അഭിനയമായിരുന്നു. പ്രത്യേകിച്ച് ഇതിലെ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ ജോജി ജോർജ് ഒരു കിങ്ങാണ്, ഒരു 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 ഗുണ്ട നേതാവാണ്, ഒരു കിങ് ഫിഷാണ്. പുള്ളിക്കാരൻ്റെ മകനായിട്ടുള്ള സൂര്യ ഒരു പെട്ടെന്നൊരു കാതൽ പാസം വന്നിട്ട് അതെല്ലാം വിട്ടുകൊണ്ട് റുക്കോ റുക്കോ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ നായികയുടെ പുറകെ പോവുകയാണ്. നായിക എങ്ങോട്ട് പോകുന്നു, നായികയോടൊപ്പം സൂര്യൻ പോകുന്നുണ്ട്. നായിക ഇത് ഈ സ്റ്റോറി പറയുന്നത് 1960 കാണിക്കുന്നുണ്ട്, 1994 കാണിക്കുന്നുണ്ട്. സ്റ്റോറിയൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ് കാണിക്കുന്നത്. സാധാരണ നായിക നമ്മുടെ ആൻഡമാനിൽ എത്തിച്ചേരുന്നു. ആൻഡമാനിലേക്ക് നമ്മുടെ സൂര്യ പോകുന്നുണ്ട്. അവിടെ എത്തിയിട്ട് ആൻഡമാനാണെന്ന് അറിയില്ല, തലയിൽ കൂടെ ചാക്ക കിട്ടിയാൽ ഒരുപാട് ആൾക്കാരെ കണ്ടു. ഇനി വേറെ തൂത്തുക്കുടിയിലോ കോയമ്പത്തൂരോ ഷൂട്ട് ചെയ്ത കാട്ടിൽ കയറി ഷൂട്ട് ചെയ്തതെന്ന് അറിയില്ല. ആൻഡമാൻ്റെ ഒരു കാട്ടിലാണ് ഈ സ്റ്റോറിയൊക്കെ കുറച്ച് നടക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഈ സിനിമ അങ്ങനെ പോവാണ്. പ്രത്യേകിച്ച് ഒരുപാട് ഫൈറ്റ് സിനിമയിലുണ്ട്, 4-5-6 ഫൈറ്റ് സിനിമയിലുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സൂര്യയ്ക്ക് ആക്ട് അറിയാൻ മെയ്വഴക്കമുള്ളൊരു ആക്ടറാണ്, നല്ല ഇത് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അൺനെസസറി ആയിട്ട് ഒരുപാട് ഫൈറ്റ് ഇല്ല. നമുക്കൊരു ഇമോഷണലായിട്ട് നമുക്കതിനെ ഒരു എൻകറേജ് ചെയ്യാൻ പറ്റണ്ടേ, അതൊക്കെ ഭയങ്കരമായിട്ട് ഒരു മോശമായി ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ഒരു സ്റ്റോറി ഇല്ല സിനിമയിൽ, ഒരു സ്ക്രിപ്റ്റ് വേണ്ടേ. സൂര്യയൊക്കെ ഇങ്ങനെ ഒരിക്കലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗംഭീരമായിട്ടുള്ള ആക്ടറല്ല, അപ്കമിങ് ഒരു മെഗാസ്റ്റാർ എന്ന ലെവലിലേക്ക് ഒരു ആക്ടറാണ്. ഇങ്ങനെയൊന്നും ചെയ്യരുത്. അധികം സിനിമ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു തിയേറ്റർ ഹിറ്റ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. കാരണം പല സൂപ്പർ സ്റ്റാറുകളൊക്കെ ഇവിടെ കേരളത്തിലല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്, പല യങ് സ്റ്റാർ പോലും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കയറി തല വെക്കരുത്. എനിക്ക് പേഴ്സണലി പടം ഒരുപാട് പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ ക്ലൈമാക്സ് അടക്കം വളരെ വളരെ ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ജിക്കർ താണ്ടയൊക്കെ ചെറുതായിട്ട് കയറി പിടിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ക്ലിക്കായിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ആവർത്തനം ഒരിക്കലും നിങ്ങൾ വരുത്തരുത്. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പേഴ്സണലി ഈ സിനിമ ഭയങ്കര ലാഗുമാണ്, ഉറക്കഗുളികയാണ്. പടം കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചത് 2.25 മണിക്കൂർ ഈ സിനിമ, എന്നിട്ട് ഈ സിനിമ കഴിയുന്നില്ല. ടൈറ്റിൽ എൻ്റെ ചെയ്തിട്ട് പോലും ഈ സിനിമ കഴിയുന്നില്ല. പക്ഷേ ഞാൻ എണീച്ച് പോകുന്നു, എനിക്ക് തീരെ പറ്റുന്നില്ല പടം. വേറെ നേരം വിളിച്ചാൽ വേണ്ടിയിട്ട് പോയതല്ലേ സിനിമ കാണാനായിട്ട്. പിന്നെ അതിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഒരുപാട് മലയാളത്തിലെ ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട്. വളരെ വളരെ മോശം സ്ക്രിപ്റ്റ്, ഒരു അവറേജ് സിനിമ എന്ന് പറയാൻ പോലും താല്പര്യമില്ല. കാരണം അമിത പ്രതീക്ഷ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് സിനിമ കണ്ടാൽ ഒരു ഇഷ്ടമാവുമെന്ന് ഞാൻ പറയില്ല. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഒരു ശരാശരി ചിത്രം എന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ സൂര്യയുടെ ലുക്ക് സെറ്റായിട്ടുണ്ട്, വിൻറ്റേജ് ലുക്ക് പരിപാടി കാട്ടിയിട്ടുണ്ട്. ലുക്ക് കാണാൻ വേണ്ടി റെട്രോ കാണാം. ജസ്റ്റ് ഒരു വാച്ചബിൾ മൂവി ആയിട്ട് പോലും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പക്ക ഒരു സ്ലീപ്പിംഗ് പില്ലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു. സോറി സുബ്ബു രാജ്.